സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്നൊരു ലോങ് വീഡിയോ ആണ്. ഞാൻ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ഇടാൻ നോക്കുന്നുണ്ട്. ചില സമയം സെറ്റായി വരും, ചില ടൈമിൽ സ്കിപ്പായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പുലിക്കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു കുറച്ച് വീഡിയോസിൻ്റെ പോർഷൻസൊക്കെ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ ആഡ് ചെയ്തതാണ്. ആൻഡ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ് ഈ പുലിക്കളി കാണാൻ വേണ്ടിയിട്ട്. ഞാനും വലിയച്ഛനും നന്ദും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ലൈഫിലാദ്യമായിട്ടാണ് പുലിക്കളി കാണുന്നത്. തൃശ്ശൂർ പൂരം ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പുലിക്കളി ഇപ്പോൾ കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ഒരു 3 മണി ആകുമ്പോഴൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ്. പിന്നെ വണ്ടിയൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്വൈപ്പായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ശക്തൻ തമ്പുരാൻ്റെ ആ കോട്ടയുടെ അവിടെ വെച്ചിട്ട് പിന്നെ നടക്കുകയാണ് ചെയ്തത്. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തായാലും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നെഹ്റു പാർക്കിലേക്കാണ്. നമ്മൾ കുറേ ടൈം പുലിക്കളി കാണുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. വൈകുന്നേരം ഒത്തിരി പേരുണ്ടായിരുന്നു പാർക്കിൽ. അപ്പം അതൊക്കെ നമ്മൾ നടന്ന് കണ്ടും കളിച്ചും പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ നന്ദുവിന് എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് ടൈമൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ ഈ പുലിക്കളിയുടെ വേഷം കിട്ടിയ ആൾക്കാരപ്പം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചിലപ്പോൾ നമുക്ക്, കാരണം ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഇനി കാണാൻ പറ്റുന്നറിയില്ലല്ലോ. അപ്പം കാണാൻ പറ്റും മീൻസ് ഇനി ഫോട്ടോ എടുക്കാൻ പറ്റും, കാരണം ഈ തിരക്കിൻ്റെ കൂടെ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ കിട്ടിയ ടൈമിൽ വേഗം പോയി ഫോട്ടോസൊക്കെ എടുത്തു വന്നു. പിന്നെ നമ്മൾ പുലിക്കളിയുടെ ഇത് തുടങ്ങിയ ടൈമിൽ നമ്മളവിടെ പോയി നിന്നു. കാരണം ഓരോരോ ദേശത്തിൻ്റെ ഓരോ പരിപാടിയായിട്ട് അത് ഉണ്ടായിരുന്നത്. അപ്പം ആദ്യം മുതൽ നമുക്ക് കാണും, പക്ഷെ നമുക്ക് അടുത്ത് പോയിട്ട് കാണാനൊന്നും പറ്റില്ല. അങ്ങനെ കുറേ ബാക്കിൽ നിന്ന് കാണേണ്ടി വരും. വീഡിയോസ് എടുക്കാനാണേലും അത്രയും തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫോൺ പോയി കഴിഞ്ഞാൽ പോയി ആ ഒരു ഇതിലായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ഹൈറ്റൊക്കെ മാനേജ് ചെയ്ത് എനിക്ക് പറ്റുന്ന പോലെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഓരോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഓരോരോ ദേശത്തിന് ഓരോരോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകും. നമ്മൾ പോകുന്നതിന് ശേഷം കുറേ ദേശത്തിൻ്റെ പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഓരോരുത്തർ സ്റ്റാറ്റസ് നമ്മൾ സ്റ്റോറി ഇടുമ്പോഴൊക്കെയാണ് കാണുന്നത്. ആൻഡ് എന്തായാലും ഒരുവിധം കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ പേര് ഈ പുലിക്കളിലെ കൊട്ടിനും മേളത്തിനനുസരിച്ച് തുള്ളണതും ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട്. അവർക്ക് ഒത്തിരി ആസ്വദിച്ചിട്ടാണ് ചെയ്യണത്. കാരണം ആ ഒരു വൈബിൽ നമ്മൾ പിന്നെ കാണുക, വീഡിയോ എടുക്കുക, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇതിലും ഓരോരോ തീമാണ്. പക്ഷെ അതെങ്ങനെ പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കണ്ടപ്പോഴാണ് ലൈക്ക് ഓരോന്ന് വരുമ്പോഴും ഓരോരോ ടീം വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ. പക്ഷെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. സാധാരണ നമ്മളവിടെ പൂരത്തിന് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ ഇതുമാതിരി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടുത്തെ പൂരം മിസ്സാക്കി, കാരണം എക്സാം ആയിരുന്നു +2ൻ്റെ. പൂരത്തിനൊന്നും മുമ്പിൽ ഇനി ഇപ്പോഴാണ് ഇതിങ്ങനെ അടിപൊളിയായിട്ട് കുറേ നേരം കണ്ടു നിന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയുള്ളൂ, ഒരു ചെറിയൊരു വ്ളോഗാണ്. ആൻഡ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിലൊരു ഇൻട്രോയും ഇല്ല, ഇതിൻ്റെ എൻഡും ഇല്ല. അപ്പോൾ ഇത്രയുള്ളൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ബൈ.